അക്കു നീ എന്റെയാ? ഇതിന്റെ അവസാനം ഇല്ലേ? ഇതേ പഴയതുപോലൊന്നും അല്ല. എനിക്കും ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. കമന്റ്സ് വായിച്ചില്ല? നോക്കട്ടെ, വായിക്കേ. വായിക്കാം. അതിനു മുമ്പ് നമ്മളൊന്ന് പരിചയപ്പെടുത്തണ്ടേ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അക്കു, ഇത് നിങ്ങളുടെ മീര, ടോക്സിക് ഗേൾഫ്രണ്ടിലെ. ഹായ്, എൻ്റെ ശരിക്കുള്ള പേര് പവിത്ര ആൻഡ് ദിസ് ഇസ് ആനന്ദ്. അപ്പോൾ നമുക്ക് പതുക്കെ കമന്റ്സ് ഓരോന്ന് വായിച്ചത് റിയാക്ട് ചെയ്ത് തുടങ്ങിയാലോ? യെസ്. ഇത്രയും ടോക്സിക് ആയ ഒരു ക്യാരക്ടറിനെ ഇത്ര കൺവിൻസിംഗ് ആയി ചെയ്യാൻ ആക്ട്രസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തു? അതൊന്ന് പറ. അത് അങ്ങനെ ചോദിച്ചാൽ അനിലേട്ടനാണ് അതിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ അനിലേട്ടൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ആൻഡ് പിന്നെ ബാക്കി നമ്മുടെ പൊറോട്ടയുടെ ടീമാണെങ്കിൽ ക്രൂ ആണെങ്കിൽ കുറേ സപ്പോർട്ട് ചെയ്തു. നമുക്കൊരു കംഫർട്ട് സ്പേസ് ആയിരുന്നു ബേസിക്കലി. നമുക്ക് ആക്ടിങ് ചെയ്യണമെങ്കിൽ അതൊരു നല്ലൊരു സ്പേസ് ആയിരിക്കണം, നമുക്ക് കംഫർട്ട് ഉണ്ടാവണം. പിന്നെ ഫുഡ് വാങ്ങിച്ചു തരാനാണെങ്കിൽ ഫുഡ് വാങ്ങിച്ചു തരും. എനിക്ക് മെയിൻ വേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ നല്ലോണം കിട്ടിയല്ലോ. അല്ല, വ്യൂവേഴ്സിന് അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത്രയും ടോക്സിക് ആണോ ഇതുണ്ടോ? അല്ല, ഇതൊന്നും സത്യമല്ല. അല്ല അല്ല അതാ ഞാൻ പറയാൻ വന്നത്. ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ടോക്സിറ്റി അത്രയും പീക്കിലേക്ക് എത്തിക്കാൻ ആ ക്യാരക്ടറിന് പറ്റിയിട്ടുണ്ട്. എന്റെ അഭിനയമാണ്. അതെ, എല്ലാ അഭിനയമാണ്. പിന്നെ ആരൊക്കെ ഏട്ടന്റെ കണ്ണുകൾ വരെ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ്. എനിക്ക് ഇതിനകത്ത് അധികമായിട്ട് അങ്ങനെ ചെയ്യാനായിരുന്നു. എനിക്കിങ്ങനെ മിണ്ടാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അടിപൊളിയായി ചെയ്താലല്ലേ ഇപ്പുറത്തേക്കുന്ന ആൾക്കും അടിപൊളിയായി ചെയ്യും. അത് ശരിയാ. പലരും പറയുന്ന ഇവളെ തല്ലിക്കൊല്ലണം, കിണറ്റിലിടണം, അങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് പേടി, ഇപ്പൊ ആരെയും റോട്ടിലൊക്കെ കാണും പിന്നെ വന്ന് അടിക്കുമെന്നാണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായോ? ഇതുവരെ അങ്ങനെയില്ല. അതല്ലേ ടോക്സിക് ഗേൾ ഫ്രണ്ടിൽ അഭിനയിച്ച കുട്ടിയല്ലേ, റീലിൽ അഭിനയിച്ച കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ തല്ലിക്കൊല്ലാനൊന്നും വന്നിട്ടില്ല. താങ്ക് യു. ഏട്ടന് ആരെങ്കിലും ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് പുറത്തുനിന്നൊക്കെ പോകും? ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ്, ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ നിന്നൊരു കുട്ടി വന്നിട്ട് ചേട്ടാ അക്കു അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എങ്ങനെ വന്നാണെന്ന് അറിയില്ല, എന്നെ വീട്ടിൽ വിളിക്കുന്നതും അക്കു എന്നാണ്. അപ്പൊ ആ പേര് സാധാരണ അങ്ങനെ പൊതുവെ എല്ലാവർക്കും അങ്ങനെ അറിയില്ല. എല്ലാരും അറിഞ്ഞു. അതെ, അക്കു എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി. അക്കു 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 അക്കുല്ല കൊക്കു. കൊക്കു കൂടിയൊന്നും നിർത്തോന്ന് ചോദിക്കണേ. ആരൊരാൾ കമന്റിൽ എന്താ ഞാൻ ഈ അക്കു എന്നുള്ള വിളിയാണ് സ്വപ്നത്തിൽ വരെ കാണുന്നതെന്നൊക്കെ പറയുന്നത്. അത്രയ്ക്ക് ഇത് ഇമ്പാക്ട്ഫുൾ ആയി എന്നറിയുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ശരിക്കും പവിത്രനെ, മീരനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഇന്നാൾ ഈ ചേച്ചീനെ സ്വപ്നം കണ്ടു, വളരെ ഇതായിട്ട്. പിന്നെ എല്ലാവരുടെയും ലൈഫ് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറെ പേർക്ക് റിലേറ്റീവ് ആയിട്ട് തോന്നി. ഇങ്ങനെയാണ് എന്റെ എക്സ് ഗേൾ ഫ്രണ്ട്, ഇങ്ങനെയായിരുന്നു എന്റെ എക്സ് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നു. പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൊറോട്ടയിലെ ആൾക്കാരോട് തന്നെയൊക്കെയാണ് ചോദിച്ചത്, പേഴ്സണൽ മെസ്സേജ് വരണമെന്നുണ്ടെന്ന് പറയുന്നു. അവരുടെ ലൈഫാണോ ഇത്, എങ്ങനെയാണ് നിങ്ങൾ ഇത് എടുത്തതെന്നൊക്കെ പറഞ്ഞു. കഥ എങ്ങനെ വന്നു എന്നുള്ളത്, കഥ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ക്രൂവിന്റെ ആൾക്കാരോട് തന്നെ ചോദിക്കാം, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോട് തന്നെ ചോദിക്കാം. ബാക്കി ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് പ്രശ്നമല്ല, മീരക്കാണ് പ്രശ്നം. ബ്ലോക്ക് ചെയ്തതിന് എന്തിനെത്ര പ്രശ്നം? ഞാൻ കാണുന്നുണ്ട്. ദി അടിപൊളിയായിരുന്നു. അതെ, ദി അടിപൊളിയാണ്. ദി പാവാണ്. അങ്ങനെയല്ലല്ലോ. എനിക്ക് ആദ്യത്തെ 2 എപ്പിസോഡ് ഇറങ്ങിയപ്പോ പറയുന്നുണ്ടായിരുന്നു അവന് എന്തോ ഉടായിപ്പുണ്ട്, എന്തോ ഇത് മറക്കാൻ വേണ്ടിട്ടാണെന്നൊക്കെ. ഏറ്റവും തെറ്റിദ്ധരിച്ചൊരു ക്യാരക്ടറാണ് ദിയ. അതെ, പക്ഷെ മീരയോട് അത്രയും ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. കുറെ പേര് പറയുന്നുണ്ട് ദിയ ആയിരുന്നു നല്ലതെന്ന്. എനിക്കും തോന്നി ദിയ ആയിരുന്നെങ്കിൽ. രണ്ട് കമ്പനിയാണ് ദിയക്കും നല്ല മാച്ചാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല സംശയം. കുറെ പേരോട് പറഞ്ഞിട്ടില്ല ദിയ ആണ് നല്ലതെന്ന് കമന്റ് പറയണമെന്ന്. പക്ഷെ നവ്യ ചേച്ചിയുടെ ക്യാരക്ടറിന്റെ നെയിമാണ് ചേച്ചിയുടെ ശരിക്കുള്ള പേര് ആതിര. ഞാൻ ദിയ അല്ല ഗൈസ്, ഞാൻ ആതിരയാണ്. ശരിക്കും ആതിരയാണ്. വേറൊരു അഖിലുണ്ട്. അതെ, അഖിൽ വരിക. നിതിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഇതാണ് മറ്റൊരു അഖിൽ. ശരിക്കുള്ള പേരാണ് അഖിൽ എന്ന്, നിതിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിയാണ്. ഞാൻ പൊറോട്ട റിപ്പബ്ലിക്കിൽ ആക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പം 1 വർഷമായിട്ട് പൊറോട്ട റിപ്പബ്ലിക് തന്നെ വർക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പം നമ്മള് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ജിൻ ചേട്ടൻ സേതേട്ടനാണ് സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തത്. അപ്പൊ അവര് പിന്നെ അനിലേട്ടൻ ഡയറക്ഷൻ, അപ്പൊ അവരുടെ മറ്റേ ഇൻസ്ട്രക്ഷൻ വഴി ഇതിലേക്ക് എത്തിയ
നിതിനായിരുന്നു സങ്കടം, എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാതെ പോയല്ലോ. സമാധാനായില്ലേ? ഇഷ്ടംപോലെ പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരാളില്ലാത്തതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കമന്റ്സ് ചെയ്തു. പിന്നെ മീരയുടെ ചൈൽഡ്ഹുഡ് അറിയാനായിട്ട് കുറെ പേർക്ക് എനിക്കറിയില്ല. ഇനി എല്ലാരും ടോക്സിക്കിലോട്ട് എത്തി എന്നുള്ള ഒരു ജേണി ജീവിത സാധ്യത എങ്ങനെ ഗേൾ അല്ല, ഞാനും ഇപ്പൊ അഖിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 1 year ആയിട്ട് ഫസ്റ്റ് ചെയ്തത് റെക്കഗ്നേഷൻ കിട്ടിയത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും അതിനു മുന്നേ ഞാൻ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, കിളിബോയ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ഇതിന്റെ ഡയറക്ടറിനെ അനിലേട്ടൻ ഡയറക്ട് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു 3rd എപ്പിസോഡിലാണ് എനിക്കൊരു ഹൈ കിട്ടിയത്. ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളായിരുന്നു. ക്യാരക്ടർ പേര് വരണോ അങ്ങനെ എന്തോണ്ടോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതെനിക്ക് വളരെ അധികം ഒരു ചാർജ് വന്ന ഒരു എപ്പിസോഡായിരുന്നു 3rd എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു എൻട്രിയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അത് വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, ഒരു ഷോട്ട് എടുക്കുമ്പോൾ അവര് പറയുന്ന ഒരു ഇതിനകത്ത് ഈ നമ്മള് സിനിമയിൽ ചെയ്യുന്ന പോലെയല്ല റീല് വരുമ്പോൾ ഉള്ള എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ചില ഇത് നമുക്ക് ആ ഇത് കിട്ടിയെന്ന് വരൂല. അപ്പൊ അനിലേട്ടന് കൃത്യമായിട്ട് അറിയാം എന്താണ് വേണ്ടത്, കറക്റ്റ് ഔട്ടിൽ എന്ത് വരും എന്നുള്ള പുള്ളിക്ക് അറിയാം. അപ്പൊ കൃത്യമായിട്ട് ഇത്ര മതി എന്ന് പറയും, അത് ചെയ്താൽ ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ അത് എനിക്ക് വളരെ ഒരു ഹൈപ്പ് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു 3rd എപ്പിസോഡ് കിളിബോയുടെ. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ചെയ്തു. ബെസ്റ്റ് ഫ്രണ്ടില് അത് വളരെ നന്നായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് എൻകാതിൽ ചെയ്തു. അത് അത്ര ഇത് ആയിട്ട് കിട്ടില്ല. പക്ഷെ അതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് എൻകാതിൽ, അത് കൊറിയോഗ്രാഫി ചെയ്തത് അഖിലാണ്. അത് വളരെ ഒരു ഇതായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പം ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇതിനകത്ത് ചെയ്ത് തന്നെ ഒരാൾ റെക്കഗ്നേഷൻ എനിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയുന്നത് സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. അടിപൊളി. പവിത്ര, യുവർ ടേൺ. ഞാൻ കറന്റ്ലി പ്രിസാറ്റിൽ BBA LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദേട്ടൻ വഴിയാണ് ഞാൻ പൊറോട്ടയിലേക്ക് വരുന്നത്. ഞാൻ എൻട്രിയിൽ ആഡ്സ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഗോവിന്ദേട്ടനെ പരിചയം. അങ്ങനെ പൊറോട്ടയിലെത്തി. എൻ്റെ ഫസ്റ്റ് സീരീസ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഞാൻ അഭിനയിക്കുന്ന സീരീസ് ആണ് ടോക്സിക് ഗേൾ ഫ്രണ്ട്. ഇതിന് മുമ്പ് സീക്രട്ട് ഗേൾ ഫ്രണ്ടിൽ ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. മെട്രോ എന്നൊക്കെ ടോക്സിക് ഗേൾ ഫ്രണ്ട് അഭിനയിച്ചില്ലേ, പൊറോട്ടയിലുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് വേറെ തന്നെ ഒരു ഫീലാണ്. എനിക്ക് ആക്ട് ചെയ്യുന്നത് ചെറുപ്പം മുതലേ ഞാൻ നാടകങ്ങളും അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു പൊസിഷനിലെത്തി ഇത്രയും അപ്രിസിയേഷൻ കിട്ടി. മേ ബി എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് അപ്രിസിയേഷൻ കിട്ടാനും ഒക്കെ കൂടുതൽ സാധിച്ചത്. ഈ ഒരു ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡ് ആയതുകൊണ്ടായിരിക്കാം. അത് കൺവിൻസിങ് ആയി എന്നത് ഭയങ്കര ഹാപ്പിയാണ്. അക്കുവിനോടൊരു ചോദ്യം. റിയൽ ലൈഫില് മീരനെ പോലെ ഒരു ഗേൾ ഫ്രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏത് സ്റ്റേജിൽ, ഏത് എപ്പിസോഡിൽ കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും? ഏത് എപ്പിസോഡിലോ? എപ്പിസോഡൊന്നും പറയാൻ പറ്റില്ല. ഏതൊരു സ്റ്റേജില്? ഞാനങ്ങനെ അങ്ങനെ നിക്കത്തൊന്നുമില്ല. ഇല്ല, എല്ലാരും പറയുന്നുണ്ട് താനെന്തൊരു മൊണ്ണയോടോ, എന്താണ് തനിക്ക്, എന്താണ് ഇത്, ഒന്ന് പ്രതികരിച്ചൂടെ, തല്ലിക്കൂടെ, ഇത് ചെയ്തൂടെ എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ കമന്റ്സ് ചെയ്യാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം അത് ക്യാരക്ടറാണെന്നുള്ള ഇത് ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. അതെ, അവരവരുടെ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര പേഴ്സണലായിട്ട് അവരൊക്കെ എടുക്കുന്നത്. ഇങ്ങനെ ഓരോ ക്യാരക്ടറിനെ അതിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ അവരത്രയും ഇൻവോൾവ് ആണ് ഈ ഓഡിയൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പൊറോട്ടേൻ്റെ പ്രേക്ഷകരെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെയാണ് ഇതൊക്കെ കാണുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അവരുടെ റിലേറ്റബിൾ ആണ്, എന്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ നടന്നിട്ടുണ്ട്, എന്റെ ലൈഫിൽ ഇങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ടോക്സിക് ഒക്കെ ആൾക്കാരുണ്ടോ ഗൈസ്, അറിയില്ല. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട് പോകാം. പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മീരനോടാണ്. മീര ഓൾറെഡി അങ്ങനത്തെ ടോക്സിക് ഗേൾ ഫ്രണ്ട് എല്ലാം നമുക്കറിയാം. പക്ഷേ ആക്ട് ചെയ്യേ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മീര ഉള്ളിലോട്ട് എത്തിയോ, ആ ക്യാരക്ടറായി മാറിയോ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ സത്യമായിട്ട് അറിയില്ല, ഇങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഞാനില്ല അഭിനയിക്കുമ്പം അനിലേട്ടൻ എങ്ങനെ പറഞ്ഞോ അതേപോലെ എനിക്ക് പറ്റുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ ഞാൻ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ അക്കുവിനോടാണ്. ഈ എപ്പിസോഡ് മൊത്തം എങ്ങനെ സഹിച്ചു മീരനെ? ഇല്ല, ഷോട്ട് കഴിയുമ്പോ പവിത്രമായിട്ട് തന്നെ നിൽക്കാറ്, മീര ആവാറില്ല. അപ്പം പക്ഷെ പിന്നെ
ഒരു ഞങ്ങൾക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഒരു ഒട്ടും ഒരു മടി കൂടാതെ എന്താ അതിനെ പറയാ, ഒരു സഭാകമ്പം ഇല്ലാതെ നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ദിവസം ഒരു ഇതുണ്ടായി, മിങ്കിളായി വരാൻ ഒരു ടൈം എടുത്തു. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം പവിത്രനെ കണ്ടപ്പോ പതുങ്ങി എന്തോ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഷോട്ട് പറഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങ് ആദ്യം ഞാന് പുറത്തുനിന്ന് വന്ന ഒരാളായിരുന്നല്ലോ, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ആദ്യം വന്നപാട് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായി. ബട്ട് ലേറ്റർ അതെല്ലാം പോയി. അവസാനം തൂക്കി, മീര തൂക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്കു ഇസ് സോ കെയറിങ്, എന്നിട്ട് ഈ പെണ്ണ് എന്തുകൊണ്ടാണ് എത്ര ടോക്സിക് ആയത്? ഇസ് ദർ എനി ഹിഡൻ ഫാക്ട്? മീരയോടാണോ എന്നോടാണോ ചോദ്യം? രണ്ടാളോട്. ഇല്ല, മീരയെ സംബന്ധിച്ച് മീര അക്കു എന്ന് പറഞ്ഞ ഒരു പേഴ്സണെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഫാമിലിയും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്, എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിലും അക്കു ആണ് ഇമ്പോർട്ടൻറ്റ്. അക്കു ഇല്ലെങ്കിൽ മീരയില്ല എന്നുള്ളതാണ്. അക്കു എപ്പോഴും അടുത്ത് വേണമെന്നുള്ളത് അതൊരു നെഗറ്റീവിലേക്ക് മാറിപ്പോയി. അത് പോസിറ്റീവായി നിൽക്കുകയാണെങ്കിൽ അക്കുവിന് ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ അക്കുവിന് ഒരു സ്പേസ് കൊടുക്കാതെ, ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കാതെ മീര അതിലേക്ക് ചാടിക്കറി പോയി. അക്കു മാക്സിമം ശ്രമിച്ചു, പക്ഷെ മീര വയലൻ്റായി. റിയൽ ലൈഫിൽ അക്കു ആൻഡ് മീര കമ്മിറ്റഡ് ആണോ? അല്ല. ഒരുപാട് ഓഡിയൻസ് പറയുന്നുണ്ട് സീരീസ് അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം അതെന്തുകൊണ്ടാണ്? ഇനി സൊല്യൂഷൻ? അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ റീൽ ടാബ് എന്ന് പറഞ്ഞൊരു പുതിയതുണ്ട്. അപ്പം നിങ്ങൾക്ക് റീൽസ്, സീരീസ് എല്ലാം അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സീരീസിനും എപ്പിസോഡ് ബൈ എപ്പിസോഡ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് തുടങ്ങി ഇതുവരെ ഉള്ളത് അത് പോപ്പപ്പ് ചെയ്താൽ മതി അല്ലേ, ആ ടാബിൽ പോപ്പപ്പ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ടോക്സിക് ഗേൾഫ്രണ്ട് മാത്രമല്ല, നമ്മൾ ഇഷ്ടംപോലെ സീരീസ് ഇറക്കിയിട്ടുണ്ട്. സീക്രട്ട് ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ, കാതലി ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട്സ്, ട്വിൻ ഫ്ലെയിംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർഡറിൽ ഇരുന്ന് കാണാം. പുതിയ അപ്ഡേറ്റ് വന്നേക്കുന്നതല്ലേ. അതെ, അപ്പം നിങ്ങൾക്കും സൗകര്യമാണ് ഒരുമിച്ച് സീരീസ് സെപ്പറേറ്റ് ആയിട്ട് കാണാം. വേറെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സ്റ്റോറീസ് ചോദിക്കുന്നുണ്ട് ആ എപ്പിസോഡ് എവിടെ, എപ്പിസോഡ് എവിടെ എന്നുള്ളത്. അതെ, അപ്പം എല്ലാ എപ്പിസോഡും അവിടെ ഉണ്ടാവും. അപ്പം അത് നോക്കൂ. അപ്പോൾ ഒരുപാട് ഓഡിയൻസിന് ഒരുപാട് ഡൗട്ട്സ് ഇനിയുണ്ട്. മീരൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് എന്താ, എങ്ങനെ ഇത് ഇത്രയും ടോക്സിക് ആയി? അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരം നമുക്ക് ഫൈനൽ എപ്പിസോഡിലാണോ കൊടുക്കാൻ പറ്റുക, ഇല്ല ഒരു സീസൺ 2 ഇനി ഉണ്ടോയെന്ന് ഒരുപാട് ഓഡിയൻസ് ചോദിക്കുന്നുണ്ട്. സീസൺ 2 വേണോ? അപ്പോൾ ഇപ്പം സീസൺ 2 ഉണ്ട്. ഇപ്പം അനൗൺസ് ചെയ്യാണ്, ഉറപ്പായിട്ടും സീസൺ 2 ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇനിയും എന്നെ സഹിക്കണം. ഞാൻ സഹിക്കേണ്ടി വരും. അക്കു എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതായിരിക്കും നമുക്ക് കാണാം. ഇനി മീര അക്കുവിന്റെ പുറകെ പോവോ, മീര അക്കുവിനെ കൊല്ലുവോ, ദിയേനെ കൊല്ലുവോ? ആ പോസ്റ്റ് ഇട്ടപ്പോ പലരും ചോദിച്ചു അക്കുവിനെയും ദിയേനെയും ഒക്കെ കൊല്ലുകയാണോ ചെയ്യാൻ പോണേ. അപ്പം ഇത്ര നേരം നമ്മൾ ടോക്സിക് ഗേൾഫ്രണ്ടിലെ മീരന്റെയും അക്കുവിന്റെയും ഒരു ജേർണി കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത്, ഈ ഒരു ടോക്സിക് ഗേൾഫ്രണ്ട് ഉണ്ടാകുമ്പോൾ അതിനൊരു ഐഡിയ വേണം. ആ ഐഡിയ എന്നാണ് ഒരു കഥയിലോട്ട് എത്തുന്നത്. പിന്നെ അതിന് പ്ലാനിങ് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്. ലാസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന ടോക്സിക് ഗേൾഫ്രണ്ട് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കുറേ കീ പില്ലേഴ്സ് ഉണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് ദ കീ പേഴ്സണാലിറ്റീസ് ഓഫ് ടോക്സിക് ഗേൾഫ്രണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡയറക്ടറാണ്. ഡയറക്ടർ ആൻഡ് വീഡിയോ എഡിറ്റർ ഓഫ് ദ ടോക്സിക് ഗേൾഫ്രണ്ട് അനിലേട്ടൻ. ആൻഡ് നമ്മുടെ ഫൗണ്ടേഴ്സും അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും നമ്മുടെ ഈ ടോക്സിക് ഗേൾഫ്രണ്ടിൻ്റെ ആയിക്കോട്ടെ, പൊറോട്ട റിപ്പബ്ലിക്കിൻ്റെ ആയിക്കോട്ടെ, ഒരു മാസ്റ്റർ ബ്രെയിൻ രണ്ടുപേരാണ്, ജിതിൻ ചേട്ടൻ ആൻഡ് സൈദേട്ടൻ. ഇനി നിങ്ങൾ രണ്ടുപേരും അല്ല, നിങ്ങൾ 3 പേരും പറയാനുള്ളത് എങ്ങനെ ടോക്സിക് ഉണ്ടായി, അല്ലെങ്കിൽ ടോക്സിക് ഗേൾഫ്രണ്ടിന്റെ ത്രെഡ് എവിടെ നിന്ന് കിട്ടി? റൈറ്റേഴ്സ് എന്ന് പറയുന്നത് കുറേ റിയൽ ലൈഫ് നമ്മൾ ഒരുപാട് ഇൻസിഡൻസ് കുറേവരുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ റിലേറ്റബിൾ ആയിട്ട് ഒരുപാട് പേരുടെ അങ്ങനെ ഒരാണ് ഈ ഒരു ആശയം ഞാൻ ജിതിനോട് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യാൻ ചെയ്തോട്ട് പ്ലാനിങ് ചെയ്തു തുടങ്ങി. ലൈക്ക് നമ്മൾ ആ ഒരു ഐഡിയ വരുന്ന സമയത്ത് പൊതുവേ എപ്പോഴും നമ്മൾ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ടിൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗേൾസിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ എന്നുള്ളത് പലർക്കും അറിയത്തില്ല. ഇപ്പോഴും നമ്മുടെ കമൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് നമ്മുടെ റിയൽ ലൈഫ് ചെയ്ത് ഈ സ്റ്റോറി എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എനിക്കത് വേഗം കണക്റ്റായി. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഇതിലേക്ക് ചെയ്യാം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കാണുന്ന ഓഡിയൻസ് ആണെങ്കിലും എല്ലാവരും അറിയേണ്ട ഒരു സാധനം, ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സും നമ്മുടെ ചുറ്റിലും ഉണ്ട്. സാർ എത്ര കാലം എടുത്തു ഈ ഒരു പ്രോസസ്സ്? കാരണം എപ്പോൾ ത്രെഡ് കിട്ടി, നമ്മളിപ്പോൾ ഇന്ന് റിലീസ് ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് എത്തുന്നുണ്ട്, അപ്പോൾ എത്ര ടൈം എടുത്തു? ബേസിക്കലി നമ്മൾ സ്റ്റോറി റൈറ്റേഴ്സായി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റോറി കിട്ടുക എപ്പോഴും നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നോ
അല്ലെ ആളുകളിൽ നിന്നോ. ഞങ്ങൾ അങ്ങനെ എപ്പോഴും സ്റ്റോറീസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ പൊറോട്ട റിപ്പബ്ലിക്കിന്റെ സ്റ്റോറീസ് ഇപ്പം ബാക്കിയുള്ളവർ തരുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും നമുക്ക് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊറോട്ട റിപ്പബ്ലിക്കിൽ ഒരു എക്സലന്റ് ആയിട്ട് അത് കണക്ട് ആവാൻ ബേസിക് റീസൺ ഇത് ആളുകൾ എങ്ങനെ കണക്ട് ആവും, അവരുടെ റിയൽ ലൈഫിനകത്തുള്ള ഇമോഷൻസ് എത്രത്തോളം വർക്ക് ആകും എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ പൊറോട്ട റിപ്പബ്ലിക്കിലേക്ക് ഓരോ സ്റ്റോറീസും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഇമോഷണൽ കണക്ഷൻ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഡയറക്ടർ സാറോടാണ് നമ്മുടെ മീരി അക്കവും പറഞ്ഞു, ഡയറക്ടർ സാറാണ് അവരെ ആ ഒരു ക്യാരക്ടറിലോട്ട് ആവാഹിച്ചെടുത്തതെന്ന്. അതിൻ്റെ ഒരു ബ്രില്യൻസ് എങ്ങനെയാണ്? അങ്ങനെ ബ്രില്യൻസ് ഒന്നുമില്ല. കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ലെവലിൽ പിടിക്കണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ സീൻ കമ്പോസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു നാച്ചുറലിന് ഒരു 2 സ്റ്റെപ്പ് മേളിൽ, അതിപ്പോൾ മീര കരയുന്നതാണെങ്കിലും അക്കുവിനെ വിളിക്കുന്നതാണെങ്കിലും ടോക്സിക് ആവുന്നതാണെങ്കിലും പൊടിക്ക് മേലെ അങ്ങനെയാണ് എല്ലാം കമ്പോസ് ചെയ്തിരുന്നത്. അക്കു ഇന്റൻഷനലി ഇട്ടതാണല്ലേ? അത് റൈറ്ററിൻ്റെ സെഷനായിരുന്നു. ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ അക്കൂന്ന് വിളിപ്പിക്കണം, ഇറിറ്റേറ്റഡ് ആവണം. അത് ഓഡിയൻസ് ഒക്കെ ഇറിറ്റേറ്റഡായി. അത് അതേപോലെ തന്നെ അനില് ആയിട്ടുണ്ട്. ചെയ്യിച്ചു. അതുപോലെ ഈ കാസ്റ്റിങ്ങിലോട്ട് പെർഫെക്റ്റ് കാസ്റ്റാണ്. കാരണം കുറേ പേര് പറയുന്നുണ്ട് മീരൻ്റെ ആക്ടിങ് പീക്ക് ലെവലാ. അതുപോലെ ഇപ്പോൾ അക്കുവിൻ്റെ ആണെങ്കിലൊക്കെ, കാരണം ആ ഒരു സ്പേസ് അക്കു കൊടുത്തത് കൊണ്ടാണ് മീരയ്ക്കും അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാസ്റ്റിങ്ങിലോട്ട് എങ്ങനെയാണ് വന്നത്? കഥ തന്നെ നമുക്ക് പൊറോട്ട റിപ്പബ്ലിക്കിന് ഇൻസൈഡിൽ തന്നെ നമുക്ക് കുറച്ച് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പവിത്രയോട്ട് എത്താൻ കാരണം മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നോക്കിയത്. ഒന്ന് കണ്ണ് പവിത്ര എടുത്ത് വലുതായിരുന്നു. പിന്നെ പവിത്രക്ക് ഒരു ഇൻബിൽഡായിട്ടുള്ളൊരു കുട്ടിത്വം ഉണ്ട്. അപ്പോൾ ആ കുട്ടിത്വം വെച്ചിട്ട് ടോക്സിറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെയാണ് പവിത്ര എന്ന് പറഞ്ഞത്. പിന്നെ അക്കുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അക്കു ആനന്ദ് തന്നെ ചെയ്യണമെന്ന് നേരത്തെ ഉണ്ടായിരുന്നു, സജഷൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി അക്കുവിൻ്റെ ക്യാരക്ടർ പല കമൻസും വായിച്ചു. ആക്ച്വലി അതൊരു മൊണ്ണയല്ല. അത് നമ്മുടെ ചുറ്റുമുള്ള അങ്ങനത്തെ ആൾക്കാർ, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്താലും അതെല്ലാം സഹിച്ച് ഒരു മ്യൂട്ടായിട്ട് സ്നേഹിച്ചു എന്നവർ ആക്ച്വലി ട്രൂ ലവ് ആണ്. നിന്നു തോന്നിയാണ് ആക്ച്വലി. പ്രതികരിക്കാൻ തോന്നത്തില്ല. അവസാനം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു സാച്ചുറേറ്റഡ് പോയിന്റിലേക്ക് വരും. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കു ശരിക്കും എന്താ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു റിയൽ ലൈഫിൽ വരികയാണെങ്കിൽ അക്കു അത് സഹിച്ച് നിൽക്കുമോ അല്ലെങ്കിൽ വിട്ടുപോകുമോ, നമ്മളൊരു ടോക്ക് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ എല്ലാവരും പ്രതികരിക്കും. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ആ പ്രതികരണത്തിന്റെ തോത് കുറഞ്ഞു വരും. അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ മൂവണാണ് അക്കു ഒരു ആക്ച്വലി പുള്ളിക്കാരന് ഭയങ്കര ട്രൂ ലവാണ്. അത് പുള്ളിക്കാരൻ ഒരിക്കലും ബ്രേക്ക് ആയിട്ടില്ല. പുള്ളിക്കാരൻ ബ്രേക്കപ്പ് ആവുന്ന പോയിന്റിൽ പോലും പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടിട്ടല്ല ഇറങ്ങിപ്പോണം, കരഞ്ഞുകൊണ്ടാണ് പോകണം. ആ ക്യാരക്ടറൈസേഷൻ്റെ ഒരു റൈറ്റിങ്ങിലുള്ള ഒരു ഭാഗം. ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. ദേഷ്യപ്പെട്ടിട്ടും പോവാം. പുള്ളിക്കാരൻ കരഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകും. അല്ല, അവസാനം തന്നെയും ആനന്ദ് ചെയ്ത ക്യാരക്ടർ പറയുന്നത് ആൾക്കൊരു സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണം എന്നുള്ളത്. കാരണം അത് പലർക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇങ്ങനത്തെ പല റിലേഷൻഷിപ്പിലും പെടുമ്പോൾ ആക്ച്വൽ ടോക്സിക് ആണോ, പോസിറ്റീവ്നെസ് ആണോ, അവർ നാർസിസ്റ്റിക് പേഴ്സൺ ആണോ, ഇത് പലർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ സപ്പോർട്ട് എടുക്കാൻ ക്യാരക്ടർ പറയണത്. അപ്പൊ നമ്മൾ പലരും കമന്റ്സ് ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു അട്ടി കൊടുക്കണമായിരുന്നു, ഒരു തല്ല് കൊടുക്കണമായിരുന്നു. ഈ തല്ല് കൊടുക്കുന്നത് എല്ലാ കേസിലൊന്നും വർക്ക് ആവുന്ന കാര്യമല്ല. എല്ലാ കേസിലും നല്ല തല്ല് കൊടുക്കാനേ പാടില്ല ആക്ച്വലി. മനസ്സിലായില്ലേ? അപ്പം ഒബ്വിയസ്ലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പ്രൊഫഷണലായ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ ഒരുമിച്ച് പോവുക, കൗൺസിലിങ്ങിലേക്ക് പോവുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മൾ ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അതൊരു തെറ്റായ മെസ്സേജ് കൊടുക്കാനുള്ള അർത്ഥത്തിൽ വേണം. അടിക്കുക, അതൊക്കെ വയലൻസാണ്. അങ്ങനെ അടിച്ചാൽ ഈ ക്യാരക്ടർ മാറും, ആളുകൾ നന്നാവുന്നൊക്കെ ഉള്ളത് വളരെ ഓർത്തഡോക്സ് ആയ പഴയ ചിന്താഗതിയാണ്. ഇപ്പം നമ്മളിപ്പോൾ എപ്പിസോഡ് 10 വരെ എത്തി. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ പെർട്ടിക്കുലർ, ഇപ്പോൾ റൈറ്റേഴ്സിനായിക്കോട്ടെ ഡയറക്ടറിനായിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ സീൻ ഇപ്പോൾ റൈറ്റേഴ്സിന്റെ രണ്ട് പെർസ്പെക്റ്റീവ് പറയാം. റൈറ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് വരുമ്പോൾ നമ്മൾ എഴുതിയതിനേക്കാളും ഒരുപാട് മോഡിലേക്ക് വിഷ്വൽ വന്നു എന്നുള്ളത്. ഇനിയുള്ള ക്ലൈമാക്സിലേക്ക് വരുന്ന 1-2 സീൻസ് ശരിക്കും ഞങ്ങൾ തന്നെ കണ്ടിട്ട് ഓക്കെ ഇത് നമ്മൾ എഴുതിയതാണോ എന്നുള്ളത് ചില സമയം ഞങ്ങൾക്ക് തന്നെ ഒന്ന് തോന്നിപ്പോയി. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടർ. അങ്ങനെയാണ് ഞങ്ങൾ സെക്കൻഡ് സീസൺ ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. സീസൺ ഉണ്ടല്ലേ? സീസൺ ഉണ്ട്. വെയിറ്റ് ബർത്ത് ആവോ? തീർച്ചയായിട്ടും. അതേപോലെ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ എപ്പിസോഡ് ഇതിലാണ് ഇത്രയും ലാഗ് അടിക്കുന്നതെന്ന്. അതിന് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺസ് ഉണ്ടോ ഫ്രം യുവർ സൈഡ്?
അങ്ങനെയല്ല അത് ഡയറക്ടർ എന്നുള്ളക്കാൻ അപ്പുറത്ത് എഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരു മറുപടി ആയിരിക്കും നല്ലത്. എഡിറ്റർ അത് നമുക്ക് ആ ക്യാരക്ടറിനെ സ്റ്റാർട്ട് ചെയ്ത് അതിനൊരു എൻഡിലോട്ട് എത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടോക്സിറ്റി ഹൈ പോയിന്റിലെത്തണം. അപ്പോൾ അതിനൊരു ടൈം ഉണ്ട്. ഫസ്റ്റ് എപ്പിസോഡ്സിൽ ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡ് കമൻറ്റും ഒക്കെ അറിയാം, മീരക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയിരുന്നു. അപ്പം അത് നാച്ചുറലി നമ്മളങ്ങനെ ഇൻറ്റൻഷനലി നമ്മളത് വിചാരിച്ചിരുന്നു. പിന്നീടാണ് ആ ക്യാരക്ടർ ഇങ്ങനെ കൂടുതലായി വരുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നു. അപ്പം ആ ഒരു ടൈമുണ്ട്. അപ്പം അതിന് ഇച്ചിരി 10 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറവാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളറിയാം 2-3 പേരിൻ്റെ ഒരു അധ്വാനമല്ല ഈ ഒരു ടോക്സിക് ഗേൾ ഫ്രണ്ട്. അതിൻ്റെ ഒരു ക്രൂവിനെ കുറിച്ച് അവരുടെ ഒരു ക്രൂ നമ്മുടെ വിഷ്വലിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് നമ്മുടെ ക്യാമറാമാൻ ഉണ്ട്, നന്ദു പ്ലീസ് കം. നന്ദു പ്ലീസ് കം. അപ്പം നമ്മൾ പൊറോട്ട റിപ്പബ്ലിക് തുടർന്ന് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരുപാട് സീരീസ് അല്ലെങ്കിൽ ഒരുപാട് സിംഗിൾ കോണ്ടന്റ്സ് ഒക്കെ കുറേ പേർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ കുറേ പേര് അതിൽ പറയുന്നുണ്ട് അടിപൊളിയായിട്ട് എന്ത് നല്ല രീതിയിൽ എടുത്തിരിക്കുന്നത്. ശരിക്കും ആ നല്ല രീതിയിൽ എടുക്കേണ്ട എല്ലാ ക്രെഡിറ്റ്സും നന്ദുവിനാണ്. കാരണം എങ്ങനെ ഫ്രെയിം വെക്കണം, അല്ലെ എല്ലാ കാര്യങ്ങളും ആൾക്ക് അത്രയും ലാഗ് ഇല്ലാതെ ഒരു സാധനം ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ആളുടെ ഒരു മൈൻഡിൽ സെറ്റാക്കി വെക്കും. അല്ലാതെ ഡയറക്ടറിന് അത്രയും ആൾ ഫോഴ്സ് ചെയ്യേണ്ട ആ ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ശരിക്കത്തെ ബിഹൈൻഡ് ദ ക്യാമറ നന്ദു ആണ്. അപ്പോൾ നന്ദു പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ടോക്സിക് ഗേൾ ഫ്രണ്ട്? അപ്പോൾ അല്ലേട്ടൻ പറയും ഓരോരോ സീൻസ് കാര്യങ്ങൾ. അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, പിന്നെ അല്ലേട്ടനും ഉള്ളിലൊരു ഐഡിയ ഉണ്ടായിരിക്കും എങ്ങനെ അത് പിക്ചറൈസ് ചെയ്യണം. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല ബെറ്ററായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഷോട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ആസ് എ ക്യാമറമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷോട്ട് ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. അത് അടുത്ത എപ്പിസോഡിലാണ്. ഓഡിയൻസ് ഒക്കെ വെയിറ്റ് ചെയ്യണം, വരാനിരിക്കുന്നേ ഉള്ളൂ. അത് അടുത്ത എപ്പിസോഡിൽ വരും. അപ്പൊ റൈറ്റേഴ്സിനും ക്യാമറമാനും ഇഷ്ടപ്പെട്ട ഷോട്ട് ക്ലൈമാക്സിലാണ്. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ. ട്രസ്റ്റ് ഉണ്ടല്ലോ, 100% ആ കറക്റ്റ് ആണ് ചെയ്യുന്നുണ്ട്. നമുക്കും അതൊരു ആക്ച്വലി നമ്മുടെ എല്ലാ സീരീസിന്റെയും ഈ ഒരു സീരീസ് മാത്രമല്ല നമ്മുടെ പേജ് കാണുന്ന എല്ലാവർക്കും ഒരു ഇൻഫർമേഷനും കൂടി നന്ദുവാണ് നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാൻ. യെസ്. അതെ, കുറെ സീരീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പൊ അതിന് ചോദിക്കാറുണ്ട് ചില കോണ്ടന്റ് ഒക്കെ കാണുമ്പോൾ ഇതെങ്ങനെയാ എത്ര ഭംഗിയോടെ കിട്ടിയേക്കുന്നതെന്നുള്ള അതിന്റെ എല്ലാ ക്രെഡിറ്റും നന്ദുള്ളതാണ്. ഏറ്റവും ഏജ് കുറഞ്ഞ ഒരാളാണ് നമ്മുടെ ഫാമിലിയിലും തോന്നുന്നു നന്ദു. എന്നിട്ടും അടിപൊളിയായിട്ട് എഡിറ്ററും ആണ്. യെസ്, എഡിറ്റ് എല്ലാ സകലകല വല്ലഭനാണ്. എല്ലാം ഇവിടെ വന്നിട്ട് ആക്ച്വലി പഠിച്ചത്. ഞാൻ ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് വന്നത്, പിന്നെ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു, പിന്നെ ക്യാമറ, അങ്ങനെ എല്ലാം അഭിനയിക്കുന്നുണ്ട് കുറച്ച്. ഓക്കെ. ലാസ്റ്റ് ഒരു ഒഫീഷ്യലായിട്ടൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് മീരയ്ക്ക് എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മീര എങ്ങനെയും ട്രോമറ്റൈസ്ഡ് ആയത്, അല്ലെങ്കിൽ ഈ ഒരു രീതി സൈക്കോയിൽ എത്തിയത്, അതിന് പലതരം വേർഷൻസ് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥയൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ക്ലൈമാക്സിൽ എക്സ്പെക്ട് ചെയ്യണോ, നെക്സ്റ്റ് എന്തെങ്കിലും നമുക്ക് മീരയുടെ കഥ കുറച്ചും കൂടെ സെക്കൻഡ് സീസണിലായിരിക്കും വരുന്നത്? ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യണം സെക്കൻഡ് സീസൺ. കുറച്ച് സമയം ഞങ്ങൾക്ക് എഴുതാനും കൂടെ. അപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ് സെക്കൻഡ് സീസൺ ഉറപ്പായിട്ട് വരും. ഇതിനേക്കാൾ പവർ കൂടുതലായിട്ട് വരും. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ റൈറ്റേഴ്സ് അല്ല, നമ്മളിപ്പോൾ കോ ഫൗണ്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ആഡ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കുറേ സിംഗിൾ കോണ്ടന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇതെന്താ നിങ്ങൾക്ക് വല്ല സിനിമ എടുത്തുകൂടെ, അല്ലെങ്കിൽ ഇത്രയും ചെയ്യുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്ക് പോയിക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഭാവിയിലോട്ട് പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ഉടനെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഒരു ബിഗ് സ്ക്രീൻ തീർച്ചയായും ബിഗ് സ്ക്രീനിലേക്ക് എത്താനാണല്ലോ നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് അത് സംഭവിക്കട്ടെ എന്ന് മോഹൻലാൽ സംഭവിക്കട്ടെ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒബ്വിയസ്ലി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ട്, അല്ലെ, എല്ലാവരും നന്നായിട്ട് സ്റ്റോറീസ് കാണുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് തന്നെ ആക്ച്വലി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് പുറത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചില ക്യാരക്ടേഴ്സിനെ പ്രത്യേകിച്ച് ആൾക്കാർ എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സീരീസിൽ തന്നെ അച്ഛൻ വേഷം ചെയ്ത വിൻസെൻ്റ് ഏട്ടൻ, അങ്ങനെ കുറച്ച് നമുക്ക് യുണീക്കായ കുറേ ആക്ടേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ആക്ടേഴ്സിനൊക്കെ വലിയൊരു സ്ക്രീനിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടി തന്നെയാണ് പൊറോട്ട റിപ്പബ്ലിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളൊരു വിഷൻ. അങ്ങനെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. ടോക്സിക് ഗേൾ ഫ്രണ്ടിൽ തന്നെ പവിത്ര കാസ്റ്റ് ചെയ്തില്ലേ? പവിത്ര ഞങ്ങളുടെ ഫൈൻഡിങ് ആണ്. അപ്പം പവിത്ര തന്നെ ഉടനെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് ശരിക്കും വർക്കൗട്ട് ആയല്ലോ എന്നുള്ളത്. കാരണം ഓഡിയൻസ് ഇപ്പം മീരയായിട്ട് തന്നെ അംഗീകരിച്ചു ടോക്സിക് ആണ്. അപ്പോൾ പവിത്ര 100% അത്
നമ്മൾ എന്താണോ വേണ്ടിയിരുന്നത് അത് പവിത്ര 100% തിരിച്ച് തന്നിട്ടുണ്ട്. അതിന് മേലുണ്ടെങ്കിലേ ഉള്ളൂ. അതേപോലെ ഓഡിയൻസിൻ്റെ നിങ്ങൾ കാണുന്ന എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ മാജിക് ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു എനിക്കിപ്പോൾ 100% കോൺഫിഡൻസ്. ഈ സീരീസ് കണ്ട ഇത്രയും ആളുകളുടെ സപ്പോർട്ടും ഇതും കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ടീമിനൊരു സിനിമ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ടീമിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റും 100% വിശ്വാസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ഓഡിയൻസും കൂടിയാണ്. കാരണം നമ്മൾ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ വളർന്നിട്ട് വന്നതല്ല, പൊറോട്ടയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. സോ ഓഡിയൻസിന്റെ സപ്പോർട്ട് അവരും കൂടിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടോക്സിക് ആയിക്കോട്ടെ. സോ കീപ് സപ്പോർട്ടിങ് എസ്. അതേപോലെ തന്നെ ഇനിയും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.